ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തന്ത്രി കണ്ഠരര് രാജീവരെ ICUയിലേക്ക് മാറ്റി. തിരുവനന്തപുരം സ്പെഷ്യൽ ജയിലിൽ വെച്ച് രാവിലെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്തത്. അതേസമയം താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്തു. തന്ത്രി കണ്ഠരര് രാജീവര് രാവിലെയോടെയാണ് ദേഹാസ്വാസ്ഥ്യം ജയിലിൽ വെച്ച് അനുഭവപ്പെട്ടത്. ഇന്നലെ വൈകിട്ടോടെയാണ് റിമാൻഡിലായത്. രാവിലെയോടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. നടന്ന പരിശോധനയിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഈ ഹൃദയ സംബന്ധമായ പ്രശ്നമുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീട് അവിടെ നിന്ന് അപ്പോൾ മെഡിക്കൽ കോളേജ് ICUയിലാണ് തന്ത്രി കണ്ഠരര് രാജീവര് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് റിമാൻഡ് ചെയ്തത്. ആ സാഹചര്യമില്ല നമ്മൾ കണ്ടു. പിന്നീട് നടന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ നിലവിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിൽ പരിശോധന നടക്കുകയാണ്. ഇവിടെ ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ICUയിലാണ്. ഹൃദയ സംബന്ധമായ പ്രശ്നമാണെന്നാണ് പരിശോധനയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മന്ത്രിമാർക്കും പങ്കെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മന്ത്രിമാർക്കും മുൻ മന്ത്രിമാർക്കും സ്വർണ്ണ കവർച്ചയിൽ പങ്കുണ്ട്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ